ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അഖില. ഞാൻ എമ്പുരാൻ മൂവി കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒപ്പീനിയൻ ആണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ എൻ്റെ ഒപ്പീനിയനിലേക്ക് പോവാം. എമ്പുരാൻ മൂവി ഞാൻ കഴിഞ്ഞ ദിവസമാണ് കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. മൂവി നോക്കുകയാണെങ്കിൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു മലയാളം മൂവി ഇത്തരത്തിൽ മേക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനൊരു വിഷ്വൽ ട്രീറ്റ് തരിക എന്ന് പറഞ്ഞാൽ നല്ല കിടിലമാണ്. നമ്മൾ ഈ ഒരു മൂവി കാണുമ്പോൾ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് തോന്നും നമ്മൾ ഇംഗ്ലീഷ് മൂവി കാണുന്ന ഒരു ഫീലാണ് കേട്ടോ. പിന്നെ ഈ ഒരു മൂവിയിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ കുറിച്ച് കാണിക്കുന്നുണ്ട്. അത് പക്ഷെ അങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ അങ്ങനെ അല്ലായിരിക്കും ഒന്നും പറയാനായിട്ട് എനിക്ക് അറിയില്ല. പിന്നെ കാണിക്കുന്നത് നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ കേരളം ഉറ്റുനോക്കും പേടിയോട് ഉറ്റുനോക്കുന്ന ഒരു കാര്യം, അതിൽ ഇത്തരത്തിലൊരു ഭീഷണി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സമൂഹമായിട്ട് കണക്ട് ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഈ മൂവിയിൽ കാണിക്കുന്നുണ്ട്. ഇതൊരു സിനിമ മാത്രമായിട്ട് കാണാണ്ട് നമ്മൾ ഒന്നുമായിട്ട് കണക്ട് ചെയ്യുന്നില്ലെങ്കിൽ നല്ല അടിപൊളി ഒരു സിനിമയാണ് കേട്ടോ. നമ്മൾ ഈ സിനിമ കാണാൻ പോകുമ്പോൾ ഈ സിനിമയിൽ എന്താണെന്നൊരു ഐഡിയ ഇല്ലാതെ കാണാൻ പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എൻഗേജ് ആയിട്ട് കാണാൻ പറ്റും. പക്ഷേ സിനിമയിൽ കാണിക്കുന്ന കാര്യങ്ങൾ അത്രത്തോളം കറക്റ്റ് ആണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. പിന്നീട് പറയാനുള്ളത് ഈ ഒരു സിനിമയുടെ കോസ്റ്റ്യൂംസ് ആണ് കേട്ടോ. ഒരു രക്ഷയില്ല, നല്ല അടിപൊളി കോസ്റ്റ്യൂമാണ്. അതുപോലെ തന്നെ മഞ്ജു ചേച്ചിയുടെ ആക്ടിങ്, പുള്ളിക്കാരി ഇങ്ങനെ ഓരോ സീനിലും കാണുമ്പോൾ നമുക്കിങ്ങനെ രോജാമ വരും. എനിക്ക് രോജാമ വന്ന കേട്ടോ. ഇത് നമ്മുടെ ലാലേട്ടൻ്റെ ആയാലും അതെനിക്ക് പൃഥ്വിരാജിൻ്റെ അവരുടെയൊക്കെ ഇൻട്രൊഡക്ഷൻ, അതുപോലെ തന്നെ ആക്ടിങ്, ഫൈറ്റ് ഒക്കെ നല്ല കിടിലമാണ്. പിന്നെ കോസ്റ്റ്യൂം ആണെങ്കിൽ ഒരു രക്ഷയില്ല, അടിപൊളി കോസ്റ്റ്യൂമാണ് കേട്ടോ. ഓരോ സീൻസിനും ആപ്റ്റായിട്ട് നല്ല കിടിലം കോസ്റ്റ്യൂമാണ്. പിന്നെ പറയേണ്ടത് ഈ ഒരു സിനിമയിൽ കുറച്ച് സസ്പെൻസ് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ എൻഡ് ചെയ്തിരിക്കുന്നത്. ക്ലൈമാക്സിൽ വില്ലനെ കൊല്ലുന്ന സീനൊക്കെ നല്ല കിടിലമാണ്. അപ്പൊ അത്രയുള്ള വീഡിയോ. ബൈ.